തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിയിലെ ഹോട്ടൽ ഉടമയുടെ മരണത്തിൽ ഹോട്ടൽ ജീവനക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയ പോലീസ്. വഴുതക്കാട് കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജാണ് മരിച്ചത്. നിലവിൽ ഹോട്ടലിലെ 9 ജീവനക്കാർ പോലീസ് കസ്റ്റഡിയിലാണ്. തിരുവനന്തപുരം ഈശ്വരവിലാസം റോഡിന് സമീപത്തുള്ള വീട്ടിൽ നിന്നാണ് ഇന്നലെ വൈകിട്ടോടെ ജസ്റ്റിന്റെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ 9 മണിയോടെ ജസ്റ്റിൻ രാജ് സുഹൃത്ത് സ്റ്റാൻലിയുടെ ബൈക്കെടുത്ത് ജോലിക്കാരെ കാണാനെന്ന് പറഞ്ഞു പോയി. ഉച്ച കഴിഞ്ഞും കാണാതായതോടെ സ്റ്റാൻലി മ്യൂസിയം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സ്കൂട്ടർ കൊണ്ടുപോയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് പുള്ളിയെ വിളിച്ചതിന് ശേഷം പുള്ളി പ്രതികരിക്കുന്നില്ല. രാവിലെ 9:15 മുതൽ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അപ്പോൾ 9:30 വരെ ഞാൻ നോക്കി. അപ്പോൾ കാണാത്തതുകൊണ്ട് ഞാനിവിടുന്ന് ഓട്ടോ പിടിച്ച് ഇദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, പിന്നെ കേരള കഫേ എന്ന് പറഞ്ഞിട്ട് വഴുതക്കാട് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പം ഞാൻ സ്ഥാപനത്തിലെ ഓട്ടോ പിടിച്ച് പോവുകയായിരുന്നു. വൈകുന്നേരം 5:30 നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ജസ്റ്റിൻ രാജിന്റെ ഹോട്ടലിലെ ജീവനക്കാർ താമസിക്കുന്ന വാടക വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. അഴീക്കോട് സ്വദേശി പ്രസന്നകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വീട് ഒരാഴ്ച മുമ്പാണ് ജീവനക്കാർക്ക് താമസിക്കാനായി ജസ്റ്റിൻ രാജ് വാടകയ്ക്കെടുത്തത്. സ്റ്റാഫിന് കിടക്കാനെന്നും പറഞ്ഞ് വാടക എടുത്തിട്ട് ഒരാഴ്ചയായുള്ളൂ. ഈ 1-ാം തീയതി മുതലാണ് എഗ്രിമെന്റ് എഴുതിയത്. ഇന്ന് 8 ദിവസമായുള്ളൂ. ജസ്റ്റിന്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. മൃതദേഹം കണ്ടെത്തിയ ഉടനെ തന്നെ 7 ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒളിവിൽ പോയ 2 പേരെ പിടികൂടുന്നതിനിടെ പ്രതികൾ പോലീസിനെ ആക്രമിച്ചു. അടിമലത്തുറ സ്വദേശി രാജേഷാണ് പോലീസിനെ ആക്രമിച്ചത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ മരണകാരണം ഉൾപ്പെടെയുള്ള വിവരങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.